ഹായ് ഹലോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ തേർഡ് ലെസൺ സംവേദനങ്ങൾക്ക് പിന്നിൽ. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം നമുക്ക് ടെലഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. അതായത് ചാപ്റ്റർ കാണുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്, അതിൻ്റെ നോട്ടുകളൊക്കെ എഴുതി വരുമ്പോഴേക്കും 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ഒരു ക്ലാസ് നോട്ട് എഴുതി വരുമ്പോഴേക്കും. പിന്നെ അത് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഹാർഡ് കോപ്പി സംഘടിപ്പിക്കുക. ഓൾഡ് SCERT ആണെങ്കിലും ന്യൂ SCERT ആണെങ്കിലും ഹാർഡ് കോപ്പി സംഘടിപ്പിക്കുക. ഓൾഡ് SCERTയുടെ ഹാർഡ് കോപ്പി നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കും അല്ലേ. പക്ഷേ ന്യൂ SCERT ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചല്ലേ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒട്ടും നോട്ട് എഴുതാൻ സമയമില്ല എന്നുള്ളവർ, നോട്ട് എഴുതാൻ സമയമുള്ളവർ നോട്ട് എഴുതി തന്നെ പഠിക്കുക. അല്ലാത്തവർ നമ്മുടെ ഈ പള്ളിക്കൂടം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്യയുടെയും ടാലൻറ്റിൻ്റെയും ഒക്കെ ഗൈഡുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. ന്യൂ SCERTയുടെ ഉണ്ട്, ഓൾഡ് SCERTയുടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ന്യൂ SCERTയുടെ പാർട്ട് 1 മാത്രമാണ് അവൈലബിൾ എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഗൈഡുകൾ വാങ്ങിക്കുക. എന്നിട്ട് ഓരോ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ആ ഒരു ഗൈഡ് മറിച്ച് നോക്കി അതിൽ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണല്ലോ. അതിലില്ലാത്ത എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ ഒട്ടിച്ചിട്ട് അതിലെഴുതി പോവുക. അങ്ങനെയൊക്കെയാണ് സമയം ലാഭിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു ട്രിക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം, ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പഠിക്കേണ്ടത്. ഇവിടെ മുതലാണ് നമ്മുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ എന്തിനെക്കുറിച്ചായിരുന്നു? കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ആ ഫീൽഡിലുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒഫ്താൽമോളജിയുടെ ഫീൽഡിലുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി കേൾവിയെക്കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. നോക്കല്ലേ, കാഴ്ച പോലെ കേൾവിയും ഒരു സംവേദ അനുഭവമാണ് അല്ലേ. ചെവികളും മസ്തിഷ്കവും ചേർന്ന് വരുന്ന ഒരു അനുഭവമാണ് എന്തെന്ന് കേൾവി എന്ന് പറയുന്നത്. അപ്പോൾ കേൾവി എന്ന അനുഭവത്തെ തുടർന്ന് പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നത് കൂടാതെ തന്നെ ശരീര തുലനാവസ്ഥ പാലിക്കുന്നതിലും ചെവി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇയർ ബാലൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ശരീര തുലനാവസ്ഥ പാലിക്കുന്നതിലും നമ്മുടെ ചെവിക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചെവിയുടെ ബാക്കി പാർട്സുകൾ ഏതൊക്കെയാണ്, ഘടനയൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. 10th സ്റ്റാൻഡേർഡിൽ ആ ലെസൻ്റെ പേരെന്തായിരുന്നു? അറിയാനും പ്രതികരിക്കാനും എന്ന ലെസണിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെവിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ് ചെവിയെ 3ആയി ഡിവൈഡ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം അല്ലേ. അപ്പോൾ ഇവിടെ ചെവിക്കൂട ഏറ്റവും ആദ്യം തന്നെ ഈ പിന്ന എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ചെവിക്കൂട. ഇനി നോക്കിയേ, ചെവിക്കൂടയിൽ നിന്ന് ഇങ്ങനെ ഒരു കനാല് പോലെയുള്ള ഭാഗം, ഇവിടെയാണ് എന്തൊക്കെ കാണുന്നത്? രോമങ്ങളും ഇയർ വാക്സും ഒക്കെ കാണുന്നത് കർണനാളത്തിലാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് കർണനാളത്തിലൂടെ ചെല്ലുന്ന ശബ്ദം എന്താ ചെയ്യുക? പിന്നീട് ഈ ടിംപാനം അല്ലെങ്കിൽ കർണപടത്തെ ഉത്തേജിപ്പിക്കുകയാണ് അല്ലെ, കമ്പനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കർണപടത്തെ കമ്പനം ചെയ്യിപ്പിക്കും. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇവിടെ വരുന്നത് ബാഹ്യകർണത്തിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് മധ്യകർണത്തിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെയാണ് വരുന്നത്? 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ഈ അസ്ഥി ശൃംഖലയിൽ വരുന്നത്? അസ്ഥി ശൃംഖലയിൽ വരുന്ന 3 മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മധ്യകർണത്തിൽ വരുന്ന ഭാഗമാണ് മാലിയസും ഇൻകസും സ്റ്റേപ്പിസും അല്ലേ. അതിൽ ഈ മാലിയസ് എന്ന് പറയുന്നത് ചുറ്റികയുടെ ഷേപ്പും ഇൻകസ് എന്ന് പറയുന്നത് കുടക്കല്ലിൻ്റെ ഷേപ്പും സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി, കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ വരുന്നത് യൂസ്റ്റേഷ്യൻ നാളിയുണ്ട് അല്ലേ. യൂസ്റ്റേഷ്യൻ നാളി ഈ ഒരു ചിത്രത്തിൽ കാണുന്നില്ല. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളിയുണ്ട്. ഈ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കിയിട്ട് കർണപടത്തെ സംരക്ഷിക്കുക എന്ന ഡ്യൂട്ടിയും ആർക്കുണ്ട്? യൂസ്റ്റേഷ്യൻ നാളിക്കുണ്ട്. ഓക്കെ അല്ലേ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഈ യൂസ്റ്റേഷ്യൻ നാളിയും നമ്മുടെ മധ്യകർണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്തത് ആന്തരകർണം. ആന്തരകർണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ആന്തരകർണത്തിലാണ് ഈ ഒച്ചിൻ്റെ ഷേപ്പിൽ കാണുന്ന കോക്ലിയ അല്ലേ, കോക്ലിയ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? സെമിലൂണാർ കനാൽ ഉണ്ട്. പിന്നെ ശ്രവണ നാഡിയുണ്ട്, വെസ്റ്റിബുലാർ നാഡിയുണ്ട്, പിന്നെ നമ്മുടെ കോക്ലിയുണ്ട് അല്ലേ, കോക്ലിയ, വെസ്റ്റിബ്യൂൾ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ് ആന്തരകർണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടേബിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത എക്സ്പ്ലനേഷൻസ് നോക്കാം.
കർണനാളത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കർണനാളത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കർണനാളം എന്ന് പറയുമ്പോൾ ആ ഒരു കനാലാണ് അല്ലേ, ഓഡിറ്ററി കനാൽ, നമ്മുടെ ഇയർ വാക്സും രോമങ്ങളും ഒക്കെ കാണപ്പെടുന്ന ആ ഒരു ഓഡിറ്ററി കനാൽ. അപ്പം കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് കർണപടത്തിലേക്ക്, അതായത് ടിംബാനത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നതിനൊപ്പം അന്യവസ്തുക്കളിൽ നിന്നും കർണപടത്തെ സംരക്ഷിക്കുക എന്ന ഡ്യൂട്ടി കൂടി ചെയ്യുന്നുണ്ട്. കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നതോടൊപ്പം അന്യവസ്തുക്കളിൽ നിന്നും കർണപടത്തെ സംരക്ഷിക്കുന്നു. കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണമെഴുക്, ഇയർ വാക്സും, സെബവും, രോമങ്ങളും ഒക്കെ എന്താ ചെയ്യുന്നത്? ചെവിക്കുള്ളിലേക്ക് പ്രാണികളും പൊടിപടലങ്ങളും ഒക്കെ പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. കണ്ണുനീരിനെ പോലെ തന്നെ കർണമെഴുകിനും അണുനാശക സ്വഭാവവും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഈ കർണനാളം എന്ന് പറയുന്നത് കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നുണ്ട്, കൂടാതെ അന്യവസ്തുക്കളിൽ നിന്നും കർണപടത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഈ കർണനാളത്തിലാണ് രോമം, അതുപോലെ ഇയർ വാക്സ്, സെബം ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ചെവിയുടെ ഉള്ളിലേക്ക് വരുന്ന പ്രാണികൾ, പൊടിപടലങ്ങൾ അതൊക്കെ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സും രോമങ്ങളും ഒക്കെ അല്ലേ. പിന്നെ കണ്ണുനീരിനെ പോലെ തന്നെ നമ്മുടെ ഇയർ വാക്സിനും എന്തുണ്ട്? ഒരു അണുനാശക സ്വഭാവമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കർണപടത്തിന് മറ്റൊരു പേരാണ് ടിംബാനം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കർണപടം അല്ലെങ്കിൽ ടിംബാനം എന്നത് 9 മുതൽ 10 വരെ മില്ലിമീറ്റർ വ്യാസം, 9 to 10 മില്ലിമീറ്റർ വ്യാസമുള്ളതും 0.1 മില്ലിമീറ്റർ മാത്രം കനമുള്ളതുമാണ്. അതായത് ഒരു ഉള്ളിത്തൊലിയുടെ കനം മാത്രമാണ് ആർക്കുള്ളത്? നമ്മുടെ കർണപടത്തിനുള്ളത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂർത്ത വസ്തുക്കളൊന്നും ചെവിയിലിടരുത്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കർണപടം പൊട്ടിപ്പോവും, കേൾവിയെ ബാധിക്കുമെന്നൊക്കെ അല്ലേ. അപ്പോൾ ടിംബാനം എന്ന് പറയുന്നത് 9 to 10 മില്ലിമീറ്റർ വരെ വ്യാസമുള്ളതും അതുപോലെ 0.1 മില്ലിമീറ്റർ മാത്രം കനമുള്ളതുമാണ്. ഇനി മധ്യകർണത്തിൽ കർണപടത്തിനോട് ചേർന്നാണ് അസ്ഥി ശൃംഖലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അസ്ഥി ശൃംഖലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഈ കർണപടം കണ്ടോ, കർണപടം നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, ടിംബാനം തന്നിട്ടുണ്ട്. എന്താണ് ടിംബാനത്തിൻ്റെ പ്രത്യേകത? ഒന്നുകൂടി നമുക്ക് നോക്കാം. കർണപടം അല്ലെങ്കിൽ ടിംബാനം എന്ന് പറയുന്നത് 9 മുതൽ 10 മില്ലിമീറ്റർ ആണ് കേട്ടോ. 9 to 10 മില്ലിമീറ്റർ വ്യാസമുള്ളതും 0.1 മില്ലിമീറ്റർ മാത്രം കനമുള്ളതും ആയിട്ടുള്ള ഒരു പാട പോലെ ഭാഗമാണ് കർണപടം. ഇനി അടുത്തത് എന്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്? അസ്ഥി ശൃംഖലകൾ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ഓക്കെ, ഇനി ഈ ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കർണപടം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥി ശൃംഖലയിലെ അസ്ഥികളെ കമ്പനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്, യൂസ്റ്റേഷ്യൻ കനാൽ. ഇനി ഈ യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്നല്ലേ. അതിന് 4 സെൻറ്റിമീറ്റർ ആണ് നീളമുള്ളത് കേട്ടോ. 4 സെൻറ്റിമീറ്റർ ആണ് യൂസ്റ്റേഷ്യൻ കനാലിൻ്റെ നീളം. സാധാരണ ഇത് അടഞ്ഞിരിക്കുമെങ്കിലും ചവയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും മറ്റും ഇത് തുറക്കപ്പെടും. കർണപടത്തിന് ഇരുവശത്തും, അതായത് മധ്യകർണവും ബാഹ്യകർണത്തിലെ അന്തരീക്ഷ വായുവുമുള്ള ആ ഒരു വായുമർദ്ദം തുല്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ യൂസ്റ്റേഷ്യൻ കനാൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കിയിട്ട് കർണപടത്തെ സംരക്ഷിക്കുക എന്ന ഡ്യൂട്ടിയാണ് ഈ യൂസ്റ്റേഷ്യൻ കനാലിനുള്ളത്. ഇതെപ്പോഴും അടഞ്ഞാണ് ഇരിക്കുക, പക്ഷേ ചവയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? ഇത് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർണപടത്തിന് ഇരുവശവും എന്താ ചെയ്യുന്നത്? കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ നമ്മൾ പറഞ്ഞത്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലെയും വായുമർദ്ദം കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ വേണ്ടിയിട്ടും അതുവഴി കർണപടത്തെ സംരക്ഷിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് മ്യൂക്കസും മറ്റ് ദ്രാവകങ്ങളും ഒഴുകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസ്റ്റേഷ്യൻ കനാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 4 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണപടത്തിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് വരുന്നത്? കർണപടത്തിൽ നിന്ന് പിന്നീട് ഈ ഒരു അസ്ഥി ശൃംഖലയാണ് എന്ത് ചെയ്യുന്നത്? ശബ്ദ തരംഗങ്ങൾ കമ്പനം ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കമ്പനം ചെയ്യിച്ചതിന് ശേഷം പിന്നീട് ഈ കമ്പനങ്ങൾ എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ആന്തര ഇയറിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിൻ്റെ ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് നോക്കാം. ആന്തരകർണം. ഓക്കെ, അപ്പോൾ കേൾവി എന്ന അനുഭവം സാധ്യമാവുന്നത് എങ്ങനെയാണ്? ശബ്ദ തരംഗങ്ങൾ ടിംബാനത്തെ കമ്പനം ചെയ്യിക്കുന്നു. അവിടെ നിന്ന് കമ്പനം അസ്ഥി ശൃംഖലയിലൂടെ കടന്നു പോയിട്ട് പിന്നീട് പോകുന്നത് ഓവൽ വിൻഡോയാണ്. ഓവൽ വിൻഡോയിലേക്കാണ്.
ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശബ്ദ തരംഗങ്ങൾ എന്താ ചെയ്യുന്നത്? ഓഡിറ്ററി കനാലിലൂടെ വരുന്നു, എന്നിട്ട് ടിമ്പാനത്തെ കമ്പനം ചെയ്യിക്കുന്നു, അവിടെ നിന്ന് അസ്ഥി ശൃംഖലയിലേക്ക് കടക്കുന്നു. ഈ ശൃംഖലയിലൂടെ കടന്നുപോയ ശബ്ദം പിന്നീട് ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടിമ്പാനത്തിന് സമാനമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പിന്നെ ഒച്ചിൻ്റെ തോടിൻ്റെ ആകൃതിയിലുള്ള കോക്ലിയയിലേക്കാണ് പിന്നീട് വരുന്നത്. കോക്ലിയയ്ക്ക് 3 അറകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, നമ്മുടെ കോക്ലിയയ്ക്ക് എന്തുണ്ട്? 3 അറകളുണ്ട്. മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോക്ലിയയ്ക്ക് ഒച്ചിൻ്റെ ആകൃതിയാണ്. അതുപോലെ കോക്ലിയയ്ക്ക് 3 അറകളുണ്ട്. അതിൽ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിഞ്ഞുള്ള ഒരു സ്ഥലമാണ് ഈ ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുകളിലത്തെയും താഴത്തെയും അറകളിൽ എന്തുണ്ട്? പെരിലിംഫ് എന്ന് പറയുന്ന ഒരു ദ്രവമുണ്ട്. മുകളിലത്തെയും താഴത്തെയും അറകളിൽ എന്തുണ്ട്? പെരിലിംഫ് എന്ന ദ്രവം നിറഞ്ഞിരിക്കുന്നു. മധ്യ അറയിലാണ് എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രവമുള്ളത്. ഓക്കെ, മുകളിലത്തെ അറയിലും താഴത്തെ അറയിലും നമ്മുടെ കോക്ലിയയ്ക്ക് 3 അറകളുണ്ട്. അതിൽ മുകളിലത്തെ അറയിലും താഴത്തെ അറയിലും പെരിലിംഫാണുള്ളത്. മധ്യ അറയിലാണ് എൻഡോലിംഫ് ഉള്ളത്. ഇനി മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് ബേസിലാർ സ്ഥലം. ബേസിലാർ സ്ഥലം എന്ന് പറയുമ്പോൾ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്ക് ആണ് ബേസിലാർ സ്ഥലം ഉള്ളത്. അപ്പോൾ ഈ ബേസിലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബേസിലാർ സ്ഥലത്തിലാണ്. അപ്പോൾ ഈ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്. എന്താണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്? നമ്മളുടെ ഈ ഒരു ബേസിലാർ സ്ഥലവും അവിടെ കുറച്ച് രോമകൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കും, രോമകോശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണനാഡി വഴി മസ്തിഷ്കത്തിലെത്തുകയും ചെയ്യുന്നതോടുകൂടി കേൾവി എന്ന അനുഭവം സാധ്യമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളുടെ കോക്ലിയയ്ക്ക് 3 അറകളുണ്ട്. അതിൽ മുകളിലത്തെ അറയിലും താഴത്തെ അറയിലുമുള്ള ദ്രവമാണ് പെരിലിംഫ് എന്ന് പറയുന്നത്. മധ്യ അറയിലാണ് എൻഡോലിംഫ് ഉള്ളത്. മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്ക് എന്തുണ്ട്? ബേസിലാർ സ്ഥലമുണ്ട്. ഈ ബേസിലാർ സ്ഥലത്തിൽ എന്തുണ്ട്? കുറച്ച് രോമകോശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും കൂടി ചേർന്നതാണ് ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഓർഗൻ ഓഫ് കോട്ടിയുടെ ഉള്ളിലുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം അവിടെ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ശ്രവണനാഡി വഴി മസ്തിഷ്കത്തിലെത്തുകയും അങ്ങനെയാണ് കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ചേർത്തിട്ട് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ ആ ഒരു ഭാഗം? ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് കേൾവി എന്ന അനുഭവം എങ്ങനെയാണ് സാധ്യമാകുന്നതെന്നാണ് അല്ലേ? കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ചെവിയുടെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൻ്റെ തുലനനില പാലിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെവി നമ്മുടെ ശരീര തുലനനില പാലിക്കുന്നതിൽ ഒരു റോള് വഹിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആന്തരകർണവും ശരീര തുലനനില പാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെവിയുടെ ഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം നമുക്ക്. സെമി സർക്കുലാർ കനാലുകളുണ്ട്, രോമകോശങ്ങളുണ്ട്, പിന്നെ വരുന്നതാണ് വെസ്റ്റിബ്യൂളിൻ്റെ 2 പാർട്സ് എന്തൊക്കെയാണ്? യൂട്രിക്കിളും സാക്യൂളും, പിന്നെ വരുന്നത് വെസ്റ്റിബ്യുലാർ നാഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. 3 സെമി സർക്കുലാർ കനാലുകളുണ്ട്. ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതുണ്ടല്ലോ, സെമി സർക്കുലാർ കനാലുകൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 1, 2, 3. അപ്പോൾ ഈ 3 സെമി സർക്കുലാർ കനാലുകൾ, പിന്നെ വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ. ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങളിൽ പെടാത്തതേത് അല്ലെങ്കിൽ പെടുന്നതേത് ചോദിക്കാം. എന്തൊക്കെയാണ്? സെമി സർക്കുലാർ കനാലുകൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പിന്നെ വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ എന്നിവയൊക്കെ എന്താണ്? വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റത്തിലെ ഭാഗങ്ങളാണ് സെമി സർക്കുലാർ കനാല്, വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ എന്നിവ. ഇവ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പരസ്പരം ലംബമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന 3 കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും. എന്ത് ചെയ്യുന്നുണ്ട്? ഈ 3 കനാലിലെയും എൻഡോലിംഫ് ചലിക്കും. ഈ ചലനത്തിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ട്? രോമകോശങ്ങളുണ്ടല്ലോ. ഈ രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ട് ആവേഗങ്ങൾ ഉണ്ടാകും.
വെസ്റ്റിബ്യൂൾ എന്ന അറയിലെ യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. നോക്കിയേ, വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? യൂട്രിക്കിളും സാക്യൂളും ഉണ്ട്. യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. യൂട്രിക്കിളിൻ്റെ ഉള്ളിലും സാക്യൂളിൻ്റെ ഉള്ളിലും എന്തുണ്ട്? രോമകോശങ്ങളുണ്ട്. തലയുടെ രേഖീയ ചലനങ്ങൾ ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. തലയുടെ രേഖീയ ചലനങ്ങൾ രോമകോശങ്ങളിലും ആവേഗം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി മസ്തിഷ്കത്തിലെത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള മറ്റ് ആവേഗങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ശരീരം തുലന നില പാലിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ശരീരം തുലന നില പാലിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ചെവിയുടെ റോൾ എന്താണെന്നാണ് പറഞ്ഞു വന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ആന്തരകർണത്തിൽ തുലന നില പാലിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? വെസ്റ്റിബുലാർ സിസ്റ്റമാണ്. വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ ഏതൊക്കെ പാർട്സ് ആണ്? 3 സെമി സർക്കുലർ കനാലുകൾ, വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ. ഇവയാണ് എന്ത് ചെയ്യുന്നത്? ആന്തരകർണത്തിലെ തുലന നില പാലിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂന്നും എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പരസ്പരം ലംബമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരസ്പരം ലംബമായിട്ടാണ് ഈ 3 സെമി സർക്കുലർ കനാലുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെന്തുണ്ട്? എൻഡോലിംഫ് ഉണ്ട്. ഈ എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്ക് അനുസരിച്ച് അതും ചലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ട് ആവേഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തന്നെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന അറയുണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് പറയുന്ന 2 പാർട്സ് ആണ് യൂട്രിക്കിളും സാക്യൂളും. ഈ യൂട്രിക്കിളിലും സാക്യൂളിലും എന്തുണ്ട്? രോമകോശങ്ങളുണ്ട്. അപ്പോൾ തലയുടെ രേഖീയ ചലനങ്ങൾ കാരണം ഈ രോമകോശങ്ങളിലും ആവേഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യും? വെസ്റ്റിബുലാർ നാഡി വഴി മസ്തിഷ്കത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുള്ള മറ്റ് ആവേഗങ്ങളും അവിടെ എത്തുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇതെല്ലാം കൂടെ സ്വീകരിച്ചാണ് ശരീരം എന്ത് ചെയ്യുന്നത്? തുലനനില പാലിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുലന നിലയുമായി ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാഗം. തുലന നിലയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലം പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം. തുലന നിലയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ഇനി കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലോ, കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഓക്കെ അല്ലേ? കേൾവിയാണെങ്കിൽ സെറിബ്രമാണ്, ശരീര തുലന നിലയാണെങ്കിൽ സെറിബെല്ലമാണ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ കാരണങ്ങൾക്കനുസരിച്ച് ശസ്ത്രക്രിയയിലൂടെ അതിനെ പരിഹരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. പ്രകൃതി മനുഷ്യന് നൽകിയ കഴിവാണ് കേൾവി. തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഒരു പശ്ചാത്തല ശബ്ദവുമില്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ 0 ഡെസിബൽ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ 0 ഡെസിബൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓരോ 10 ഡെസിബലിലും ശബ്ദ തീവ്രത 10 ഇരട്ടി കൂടുന്നു. സാധാരണ സംഭാഷണങ്ങൾ കേൾക്കുന്ന ശബ്ദ തീവ്രത, സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് 40 to 50 വരെയുള്ള ഡെസിബലാണ്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് 60 ഡെസിബലാകും. ഉച്ചത്തിലുള്ള ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് 60 ഡെസിബൽ. കാറുകളുടെ ഹോണിൻ്റെ സാധാരണ ശബ്ദം 70 ഡെസിബൽ ആണെങ്കിൽ എയർ ഹോണിൻ്റേത് 100 മുതൽ 110 വരെ ഡെസിബലാണ്. 80 ഡെസിബലിന് മുകളിൽ തീവ്രതയുള്ള ശബ്ദം അത്യന്തം അരോചകമാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന പരിസര മലിനീകരണത്തിൽ ഏറ്റവും ദോഷകരമായതും എന്നാൽ വിസ്മയിക്കപ്പെടുന്നതുമായ വിപത്താണ് ശബ്ദ മലിനീകരണം. അമിത ശബ്ദം, അതായത് 85 ഡെസിബലിൽ കുറവ്, കുറച്ച് സമയം കേട്ടാലും കുറഞ്ഞ ശബ്ദം, അതായത് 55 ഡെസിബലിൽ കുറവുള്ളത് കൂടുതൽ സമയം കേട്ടാലും സ്ഥായിയായിട്ടുള്ള കേൾവിക്കുറവിന് കാരണമാകും. അപ്പോൾ ഈ ഒരു കാര്യമേ നമുക്ക് ഓൾഡ് SCERTയിൽ എനിക്കൊന്ന് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തൊരു ബോക്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇലകളുടെ മർമ്മരം 10 ഡെസിബലാണ്, അതുപോലെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 120 ഡെസിബലിൽ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ബോക്സ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം ഇവിടെ ഒരു പാരഗ്രാഫായിട്ട് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, അങ്ങനെയുള്ള അവയുടെയൊക്കെ പരിസരത്ത് അനുവദനീയമായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് 50 ഡെസിബലിന് താഴെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന അല്ലെ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആ ഒരു ഡെസിബൽ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് അല്ലെ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അതൊക്കെ അറിയുന്നതാണല്ലോ.
ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഗന്ധത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഓൾഫാക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഗന്ധം, കണ്ണ്, ചെവി എന്നിവ സംവേദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 അവയവങ്ങളാണ് നാക്കും മൂക്കും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. യഥാക്രമം രുചി, ഗന്ധം എന്നിവ തിരിച്ചറിയാൻ ഈ അവയവങ്ങളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഇനി ഗന്ധം എന്ന അനുഭവം നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് നോക്കാം. ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നമ്മുടെ നാസാഗഹ്വരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ അത് ലയിക്കുന്നുണ്ട്. നമ്മുടെ മൂക്കിൽ എപ്പോഴും ഒരു നനവുണ്ടാവും അല്ലേ. അപ്പോൾ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നമ്മുടെ ഈ ഒരു നാസാഗഹ്വരത്തിലുണ്ട്. അപ്പോൾ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ശ്ലേഷ്മത്തിലേക്ക് ഗന്ധകണികകൾ ലയിക്കുകയും ശ്ലേഷ്മസ്തരത്തിലെ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായിട്ടുള്ള ന്യൂറോണുകൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികകളാൽ ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗ്രാഹികളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുകയും അവ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തിയിട്ട് നമുക്ക് ഗന്ധം എന്ന അനുഭവം സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി ഇതിനെ ഷോർട്ടാക്കി പറയാം. വായുവിൽ കലരുന്ന ഗന്ധകണികകൾ എന്ത് ചെയ്യും? മൂക്കിലേക്ക് പ്രവേശിക്കും. ഈ ഗന്ധകണികകൾ മൂക്കിനുള്ളിൽ എന്തിൽ ലയിക്കും? ശ്ലേഷ്മത്തിൽ ലയിക്കും. എന്നിട്ട് ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കുകയും അവിടെ ഉണ്ടാവുന്ന ആവേഗങ്ങൾ ഗന്ധനാഡി വഴി സെറിബ്രത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഗന്ധം എന്ന അനുഭവം നമുക്ക് സാധ്യമാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി രുചിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ രുചിക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നതിലൂടെ വൈവിധ്യമാർന്ന രുചികൾ ആസ്വദിക്കാനായിട്ട് കഴിയുന്നു. ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചികൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന രുചി മുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കൃത്രിമ അഡിറ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ നൽകുന്ന രുചിയേക്കാൾ പ്രകൃതിദത്ത ചേരുവകൾ തരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതവും ആരോഗ്യകരവും. ഓക്കെ, അപ്പോൾ ഇവിടെ രുചിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് രുചി നമുക്ക് തിരിച്ചറിയുന്നത്, ഏത് രുചിയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നോക്കാം. ഒരു രുചിമുകുളത്തിൽ 100ഓളം രാസഗ്രാഹികൾ ഉണ്ടാകും. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നു. ഈ സുഷിരത്തിലൂടെ ഉമിനീർ ഉള്ളിലേക്ക് കടക്കുന്നു. രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. ഈ തന്മാത്രകൾ രാസഗ്രാഹികളിൽ ഉണ്ടാകുന്ന ആവേഗങ്ങൾ നാഡി വഴി മസ്തിഷ്കത്തിലെത്തി രുചി എന്ന അനുഭവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആവേഗങ്ങൾ നാഡി വഴി മസ്തിഷ്കത്തിലെത്തി രുചി എന്ന അനുഭവം നമുക്ക് സാധ്യമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് രുചികളാണ് നമുക്കറിയുന്നത്? മധുരം, പുളി, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി ഇതൊക്കെ എന്താണ് നമുക്ക് തിരിച്ചറിയാവുന്ന പ്രധാനപ്പെട്ട രുചികളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ രുചികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എങ്ങനെയാണ് ടേസ്റ്റ് അറിയുന്നതെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു രുചിമുകുളത്തിൽ എന്തുണ്ട്? 100ഓളം രാസഗ്രാഹികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വായ്ക്കുള്ളിലും നാക്കിനുള്ളിലും എന്തുണ്ട്? രാസഗ്രാഹികളുണ്ട്, കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവയാണ് നമുക്ക് രുചി അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? നാവിൻ്റെ ഉപരിതലത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗങ്ങളെയാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. പാപ്പില. അപ്പോൾ ഈ പാപ്പിലകളിലാണ് എന്ത് കാണുന്നത്? രുചി അറിയുന്ന സ്വാദ് മുകുളങ്ങൾ കാണുന്നത്. ഓക്കെ, ടേസ്റ്റ് ബഡ്സ് കാണുന്നത്. അപ്പോൾ ഈ രുചി മുകുളത്തിൽ എന്തുണ്ട്? 100ഓളം രാസഗ്രാഹികളുണ്ട്, കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുകയാണ്. ഈ സുഷിരത്തിലൂടെ ഉമിനീര് ഉള്ളിലേക്ക് കടക്കുകയും രുചി അറിയേണ്ട പദാർത്ഥത്തിൽ ഉമിനീര് ലയിച്ചിട്ട് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്വാദുമുകുളത്തിലും എന്തുണ്ട്? വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുന്നുണ്ട്. എന്നിട്ട് ഈ രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിച്ച് അവിടെ ആവേഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ആവേഗങ്ങൾ എന്താ ചെയ്യുക? ബന്ധപ്പെട്ട നാഡിയിലൂടെ പോയിട്ട് മസ്തിഷ്കത്തിൽ എത്തിയിട്ട് അവിടെ രുചി എന്ന അനുഭവം നമുക്ക് സാധ്യമാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന രുചികളാണ് മധുരം, പുളി, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊഴുപ്പിൻ്റെ രുചി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കൊഴുപ്പിൻ്റെ രുചിയെ എന്താ പറയുന്നത്? കൊഴുപ്പിൻ്റെ രുചിയാണ് ഒളിയോഗസ്റ്റസ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾഡ് SCERT. ഒളിയോഗസ്റ്റസ് എന്ന് പറയുന്നത്
കൊഴുപ്പിൻ്റെ രുചിയാണ്. ഓക്കെ, പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ എന്തുണ്ട്, ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒളിയോഗസ്റ്റസ് എന്ന പേരിൽ വീണ്ടും ഒരു രുചി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊഴുപ്പിൻ്റെ രുചിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കൊഴുപ്പിൻ്റെ രുചിയാണ് കൊഴുപ്പിൻ്റെ രുചിയാണ് ഒളിയോഗസ്റ്റസ്. ഉമാമി എന്തായിരുന്നു? ഉമാമി എന്ന് പറയുന്നത് സന്തോഷം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഉമാമി എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മുടെ പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ എന്തുണ്ട്, ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട്. ഒളിയോഗസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൊഴുപ്പിൻ്റെ രുചിയാണ് കേട്ടോ. കൊഴുപ്പിൻ്റെ രുചിയാണ് ഒളിയോഗസ്റ്റസ് എന്നറിയപ്പെടുന്നത്. ഇനി ത്വക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ത്വക്ക്. ഓക്കെ, ഇവിടെ ത്വക്കിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ത്വക്കിലെ ഗ്രാഹികൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. വേദന, താപനില മാറ്റങ്ങൾ അറിയാനായിട്ടുള്ള ഗ്രാഹികളുണ്ട്. സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, പിന്നെ വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന, പിന്നെ വരുന്നത് തണുപ്പ്, സ്പർശം, തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്, പിന്നെ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശനം, ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരുപാട് ഗ്രാഹികൾ എവിടെയുണ്ട്? ത്വക്കിലുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു ത്വക്കിൽ എന്തുണ്ട്, ഒരുപാട് ടൈപ്പ് ഗ്രാഹികളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അതായത് പല കാര്യങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഗ്രാഹികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഗ്രാഹികളും അതിൻ്റെ ധർമ്മവും തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം മാറി വന്ന SCERT-ൽ ടേബിളായി നമുക്ക് തന്നതുകൊണ്ട് ഇതൊരു മാച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചോദ്യമായിട്ട് വരാമല്ലോ അല്ലേ? അപ്പോൾ ത്വക്കിലെ ഗ്രാഹികൾ ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെയും ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്ര നാഡീയാഗ്രങ്ങൾ വേദന, താപനില മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഹിയാണ് സ്വതന്ത്ര നാഡീയാഗ്രങ്ങൾ. അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ട് ഒരു 7ഓളം ഗ്രാഹികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. മെർക്കൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം. സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗ്രാഹിയാണ് മെർക്കൽ ഡിസ്ക്. ഇനി അടുത്തത്, അതിൻ്റെ പേര് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെയ്സ്തനർ കോർപ്പസലാണ് എന്താണ്, വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടനയൊക്കെ തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഹിയാണ് മെയ്സ്തനർ കോർപ്പസൽ. ഇനി അടുത്തത് ക്രൗസ് എൻഡ് ബൾബാണ് ഏത്, തണുപ്പ്, സ്പർശമൊക്കെ തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഹി. ഓക്കെ, ക്രൗസ് എൻഡ് ബൾബ്. ഇനി അടുത്തത്, സാധാരണ ബൾബൊക്കെ നമ്മൾ പ്രകാശിപ്പിക്കുക, കുറച്ച് കഴിയുമ്പോൾ അതിനെന്താ ചെയ്യുക, നമ്മളതിൽ സ്പർശിച്ച് നോക്കുമ്പോൾ അതിന് ചൂടായിരിക്കും അല്ലേ? പക്ഷേ ഈ ബൾബിൽ എന്താണ്, തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് കോഡ് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. ക്രൗസ് എൻഡ് ബൾബ് തണുപ്പും സ്പർശവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്പർശം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്രാഹിയിൽ ധർമ്മമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ്, മെർക്കൽ ഡിസ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ സ്പർശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റുഫിനി എൻഡ് ഓർഗൻ തീവ്രമായ സ്പർശമാണെങ്കിൽ റുഫിനി എൻഡ് ഓർഗൻ. അപ്പോൾ തീവ്രമായ സ്പർശത്തെ തിരിച്ചറിയാനായിട്ട് ഒരു ഓർഗൻ തന്നെ ഉണ്ടെന്ന് അങ്ങ് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് റുഫിനി എൻഡ് ഓർഗൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഹിയാണ് തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഇനി അടുത്തത് റൂട്ട് ഹെയർ പ്ലെക്സസ് ആണെങ്കിൽ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ റൂട്ട് ഹെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. റൂട്ട് ഹെയർ എന്താണ്, രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് പസീനിയർ കോർപ്പസൽ എന്ന് പറയുമ്പോൾ കമ്പനം അല്ലെങ്കിൽ ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശനമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പസീനിയർ കോർപ്പസൽ എന്ന ഗ്രാഹി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 ഗ്രാഹികളും അതിൻ്റെ ധർമ്മങ്ങളും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാച്ച് ചെയ്യാനായിട്ട് വന്നാൽ അറിയില്ലെങ്കിൽ നമ്മളത് പെട്ടുപോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര നാഡീയാഗ്രങ്ങൾ എന്ന് പറയുമ്പോൾ വേദന, താപനില മാറ്റങ്ങൾ, മെർക്കൽ ഡിസ്ക് ആണെങ്കിൽ സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, പിന്നെന്താണ് മെയ്സ്തനർ കോർപ്പസൽ ആണെങ്കിൽ വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന, പിന്നെ വരുന്നത് ക്രൗസ് ആൻഡ് ബൾബാണ് തണുപ്പ്, സ്പർശം, പിന്നെന്താണ് റുഫിനി എൻഡ് ഓർഗൻ തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്. റൂട്ട് ഹെയർ പ്ലെക്സസ് ആണെങ്കിൽ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. അതുപോലെ പസീനിയർ കോർപ്പസൽ ആണെങ്കിൽ കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശവും ഒക്കെ തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഹിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേദന നോക്കാം.
ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. വേദന തിരിച്ചറിയാനുള്ള പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നോസിസെപ്ഷൻ. നോസിസെപ്ഷൻ എന്ന പേരിലാണ് വേദന തിരിച്ചറിയാനുള്ള പ്രവർത്തനം അറിയപ്പെടുന്നത്. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരിക അവയവങ്ങൾ എന്നിവയിലെമ്പാടും കാണപ്പെടുന്ന നാഡീയാഗ്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ. പഠിച്ചു വെച്ചേക്കണം. നോസിസെപ്ഷൻ എന്ന് പറയുന്നത് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ്. അത് എവിടെയൊക്കെ ഉണ്ട്? നമ്മുടെ ത്വക്ക്, പേശികൾ, ആന്തരാവയവങ്ങൾ എന്നിവയിലെമ്പാടും കാണപ്പെടുന്നുണ്ട്. ഇനി ചൂടുള്ള പാത്രങ്ങൾ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ. ഇവിടെ ഒരു സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ നോസിസെപ്റ്റർ ആവേഗങ്ങളെ സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി വേദന അനുഭവവേദ്യമാക്കുന്നു. അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാവുന്ന ക്ഷതം മൂലം ശരീരം സൈറ്റോകൈനുകൾ, കീമോകൈനുകൾ തുടങ്ങിയ തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയും വേദന ഉളവാക്കുന്നു. ചോദ്യം വരാം, എങ്ങനെയാ? അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാവുന്ന ക്ഷതം മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? സൈറ്റോകൈനുകളും കീമോകൈനുകളും അല്ലെ. സൈറ്റോകൈനുകളും കീമോകൈനുകളും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമുക്ക് വേദന ഉളവാകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പെരിഫറൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിലും വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2-3 ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്തൊക്കെയാണ്? നോസിസെപ്ഷൻ എന്താണെന്ന് ഓർത്ത് വെക്കണം. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ നമ്മുടെ ത്വക്കിലെ പേശികളിൽ, ആന്തരാവയവങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെന്താണ്? ചൂട് പാത്രത്തിൽ തൊടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത്. ഇത് സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ നോസിസെപ്റ്റർ ആവേഗങ്ങളെ എന്താ ചെയ്യുന്നത്? സുഷുമ്നാ നാഡിയിലേക്കും അവിടുന്ന് മസ്തിഷ്കത്തിലേക്കും കൈമാറിയിട്ടാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാവുന്ന ക്ഷതം മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളാണ് ഏതൊക്കെ? സൈറ്റോകൈനുകളും കീമോകൈനുകളും. അവ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വേദന ഉളവാകുന്നുണ്ട്. ഇനി പെരിഫറൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സമയത്തും നമുക്ക് വേദന അനുഭവപ്പെടാം. ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ വിവിധ ജീവികളിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന സംവേദ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കാം. ആദ്യം അമീബ അല്ലെങ്കിൽ ബാക്ടീരിയ ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ നീങ്ങാനായിട്ട് അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായോ? ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ മാറിപ്പോവാനുള്ള ഒരു കപ്പാസിറ്റി അമീബയ്ക്കും ബാക്ടീരിയയ്ക്കും ഒക്കെ ഉണ്ട്. ഇനി യൂഗ്ലീന അല്ലെങ്കിൽ നമ്മുടെ പ്ലനേറിയയുടെ കേസിൽ അവർക്ക് എന്തുണ്ട്? ഐ സ്പോട്ട് ഉണ്ട്. പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവയ്ക്ക് എന്തുള്ളത്? ഐ സ്പോട്ട് ഉള്ളത്. ഈ ഐ സ്പോട്ടിനെ തന്നെയാണ് എന്ന് പറയുന്നത് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. പ്രകാശം തിരിച്ചറിയാനും അതിന് നേർക്ക് നീങ്ങാനും ഐ സ്പോട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഷഡ്പദങ്ങൾക്ക് എങ്ങനെയാണ്? ഷഡ്പദങ്ങൾക്കാണെങ്കിൽ ഒമാറ്റീഡിയയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താണ് ഒമാറ്റീഡിയ? ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഒമാറ്റീഡിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒമാറ്റീഡിയയിൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്ത നേത്രമാണ് ഷഡ്പദങ്ങൾക്കുള്ളത്. ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആന്റിനയാണ്. ഒമാറ്റീഡിയ ആണെങ്കിൽ എങ്ങനെയാണ്? ഒമാറ്റീഡിയയിൽ എന്തുണ്ട്? പ്രകാശഗ്രാഹി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ പ്രകാശം അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒമാറ്റീഡിയയും അതുപോലെ തന്നെ സ്പർശവും ഗന്ധവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആന്റിനയുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വവ്വാലിന്റെ കേസിൽ ചെവികളുണ്ട്, അതുപോലെ പ്രത്യേക തരത്തിലുള്ള ഇക്കോലൊക്കേഷൻ അവയവവും ഉണ്ട്. ഇത് ഇര പിടിക്കാനും സഞ്ചരിക്കാനും അവയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വവ്വാലിന്റെ കേസിൽ ചെവികളും പ്രത്യേക തരത്തിലുള്ള എക്കോലൊക്കേഷൻ അവയവങ്ങളും ഉണ്ട്. ഇത് ഇര പിടിക്കാനും സഞ്ചരിക്കാനും വവ്വാലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പരുന്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, കാഴ്ചശക്തി കൂടിയ കണ്ണുകളാണ് പരുന്തിനുള്ളത് അല്ലെ. വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയാനും അതുപോലെ അൾട്രാവയലറ്റ് രശ്മി തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും പരുന്തിന്റെ കണ്ണിലുണ്ട്. ഇനി പാമ്പാണെങ്കിലോ, പാമ്പിന്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗന്ധം തിരിച്ചറിയുന്നതിന് അവർക്കുള്ളതാണ് ജേക്കബ്സൺസ് അവയവം. പാമ്പുകളിൽ ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവയ്ക്കുള്ള അവയവമാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. പാമ്പിന്റെ നാക്കില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണയകൾ വായുടെ മുകളിലുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തുകയും അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പാമ്പ് എന്ത് ചെയ്യുന്നത്? ഗന്ധം തിരിച്ചറിയുന്നത്. പാമ്പിന്റെ ജേക്കബ്സൺസ് അവയവം അതെന്താണ്? PYQ ആണ്. ജേക്കബ്സൺസ് അവയവം ഗന്ധം തിരിച്ചറിയാനാണ് പാമ്പിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നായയുടെ കേസിൽ എന്താണ്? ഗന്ധഗ്രാഹികൾ കൂടുതലുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് അവയെ കുറ്റാന്വേഷണ രംഗത്തൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് നായയിൽ. ഇനി അടുത്തത് സ്രാവിൻ്റെ ഒരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്രാവിൻ്റെ കേസിൽ എന്താണ്? പാർശ്വവരകളുണ്ട് അല്ലേ. സ്രാവാണെങ്കിൽ പാർശ്വവരകളുണ്ട്.
സ്രാവ് പാർശ്വവരകൾ, ലാറ്ററൽ ലൈൻസ്. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും എന്തുണ്ട്? ഈ പാർശ്വവരകളുണ്ട്. അപ്പോൾ ഈ പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളാണ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്കും എന്തുണ്ട്? ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളുണ്ട് അല്ലേ? കുറേ ദൂരെ രക്തം വീണാലും അത് മണത്തറിഞ്ഞ് അവിടേക്ക് എത്താനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് സസ്തനികളുടെ കേസിൽ എന്താ പറയുന്നത്? സസ്തനികളിൽ ആനകൾക്കാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സസ്തനികളിൽ ആനകളിലാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏകദേശം 2000-ഓളം ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ആർക്കുണ്ട്? ആനകൾക്കുണ്ട്. മനുഷ്യരിൽ അത് 400 എണ്ണം മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിനായി അവ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗന്ധത്തെയാണ്, കാഴ്ചയെ അല്ല. 19 കിലോമീറ്റർ അകലെ നിന്ന് പോലും അവയ്ക്ക് ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിയും. തുമ്പിക്കൈ ഉപയോഗിച്ച് നിലത്ത് നിന്ന് കമ്പനം തിരിച്ചറിയാനും അവർക്ക് സാധിക്കും. ഓരോ ജീവികളുടെയും പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. നമ്മുടെ പരിസ്ഥിതിയെ സൂക്ഷ്മമായ അവബോധത്തോടെ മനസ്സിലാക്കാനും സംവേദിക്കാനും പ്രതികരിക്കാനും അവ നമ്മെ അനുവദിക്കുന്നു. കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവയിലൂടെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്ന വിവരങ്ങൾ നാം ശേഖരിക്കുന്നു. ഈ സംവേദനങ്ങളെ നമ്മുടെ നാഡീവ്യൂഹം വേഗത്തിലുള്ളതും ഉചിതവുമായ പ്രതികരണത്തിലൂടെ അതിജീവനത്തിനും പൊരുത്തപ്പെടലിനും ശരീരത്തെ തയ്യാറാക്കുന്നു. മനുഷ്യനെന്ന നിലയിൽ സംവേദാത്മകമായ വിവരങ്ങളെ വ്യാഖ്യാനിക്കാനും പ്രതികരിക്കാനുമുള്ള നമ്മുടെ കഴിവ് ജീവിതത്തിന്റെ സങ്കീർണതയെ പ്രതിഫലിപ്പിക്കുന്നു. അതിജീവനത്തിനപ്പുറം കലയെയും സംഗീതത്തെയും അനുഭവിക്കുന്നത് മുതൽ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നത് വരെയുള്ള മനുഷ്യ അനുഭവങ്ങളുടെ സൗന്ദര്യത്തിനും സമ്പന്നതയ്ക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ സംഭാവന ചെയ്യുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആരോഗ്യകരവും സംതൃപ്തകരവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനും ഇനിയും അനാവരണം ചെയ്യേണ്ടവ പര്യവേഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടരാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ആന്തര സമസ്ഥിതിയിലും സംവേദനവും പ്രതികരണവും സംഭവിക്കുന്നുണ്ട്. ദാഹം അനുഭവപ്പെടുന്നത് ആന്തര പരിസ്ഥിതിയിൽ ജലത്തിന്റെ അളവ് കുറയുമ്പോഴാണ്. ഇതിൽ ഗ്രാഹികളും നാഡികളും മസ്തിഷ്കവും ഉൾപ്പെടുന്നുണ്ട്. ആന്തര പരിസ്ഥിതിയിലെ ഗ്രാഹികൾ രൂപാന്തരം പ്രാപിച്ച നാഡീകോശങ്ങളാകണമെന്നില്ല. അവയെ പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടോ? അങ്ങനെയുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. റിവിഷൻ പ്ലാനും വീക്ക്ലി എക്സാംസും ഒക്കെ നമ്മളവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്